ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ ഏകദേശം പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ, മമ്മൂട്ടിയുടെ അസുഖം. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അപ്പോൾ മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ ഷൂട്ടിങ്ങിനിടയിൽ ഷൂട്ടിംഗ് റദ്ദാക്കി വെച്ചിട്ട് ചെന്നൈയിൽ തന്നെ താമസിക്കുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ആരാധകരുടെ ഇടയിൽ ഓരോ ഊഹാപോഹങ്ങളാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് മമ്മൂട്ടിക്ക് എന്തു പറ്റി, കുടലിൽ ക്യാൻസറിൻ്റെ ആരംഭം എന്നാണ് ഇപ്പോൾ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിന് വിധേയനാകേണ്ടി വരും. വലിയ പ്രശ്നമൊന്നുമില്ല, ഷൂട്ടിങ്ങിന് തടസ്സമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയാണ്, എന്തും ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പടച്ചുവിടാൻ കഴിവുള്ളതും അത് കയറി ആ ന്യൂസ് അങ്ങ് വൈറലാവുകയും ചെയ്യുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ ഏത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ദിവസം ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും നമ്മൾ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കേണ്ട എന്നുള്ള തലത്തിലേക്കാണ് വാർത്തകളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ആരാധകരുടെ പേടിയെന്ന് പറയുന്നത് മമ്മൂക്കയ്ക്ക് എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഈ അസുഖമാണോ വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ആളുകൾ പറയുന്നുണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണക്രമം ഉള്ളവർക്കൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ അസുഖങ്ങൾ വരികയെന്ന്. അപ്പോൾ പൊതുവേ നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കേൾക്കാറുണ്ട് മമ്മൂക്ക വളരെ ലൈറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കാറ്, എല്ലാത്തിനും ഓരോ ക്രമമുണ്ട്, രീതികളുണ്ടെന്നൊക്കെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യൗവനം, അതായത് യുവത്വം ഇങ്ങനെ നിലനിർന്നു പോകുന്നതെന്നാണ് പല ഇൻ്റർവ്യൂസിലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പം പെട്ടെന്നൊരു ന്യൂസ് വരികയാണ് മമ്മൂക്കായ്ക്ക് ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ തുടക്കമാണ്, അപ്പോൾ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയ ആരാധകർക്ക് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുമ്പം ചിലരുടെ അവരുടെ ഒരു സിനിമ ഇറങ്ങിയാൽ തന്നെ അല്ലെങ്കിൽ അവരിലേക്ക് അങ്ങ് അഡിക്റ്റായി പോയവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒരു തുമ്മലോ ചുമയോ പനിയോ അല്ലെങ്കിൽ ഒരു തലകറക്കമോ വന്നെന്ന് കേട്ടാൽ തന്നെ ബോധം പോകുന്ന ആരാധകരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം പിടിപെട്ടു എന്ന് കേൾക്കുമ്പോൾ ആരാധകരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ആളുകൾ ഇങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരുവാണെങ്കിൽ വീണ്ടും വരാം. ബൈ.